Hindi. Hello. അപ്പൊ നമ്മള് നോൺ ഓപ്പറേറ്റീവ് മെത്തേഡ് ടൈപ്പ് 1 പറഞ്ഞു. എന്താ യൂഷ്വലി സ്പ്ലിന്റും കാസ്റ്റും. അതേപോലെ ഡിസ്പ്ലേസ്ഡ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ക്ലോസ്ഡ് റിഡക്ഷൻ ചെയ്തിട്ട് പെർക്യൂട്ടേനിയസ് സ്പിന്നിങ് അല്ലെങ്കിൽ കെ വയർ ഫിക്സേഷൻ ചെയ്യേണ്ടി വരും. ഓക്കെ, ഡിസ്പ്ലേസ് ആണെങ്കിൽ. ഇനി ഓപ്പറേറ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കിനും അത് തന്നെയാണ്, ക്ലോസ്ഡ് റിഡക്ഷൻ ആൻഡ് കെ വയർ ഫിക്സേഷൻ. ഓക്കെ, ക്ലോസ്ഡ് റിഡക്ഷനും കെ വയർ ഫിക്സേഷനും ചെയ്യണം. കാണുന്നുണ്ടോ? കാണാം. കെ വയർ ഫിക്സേഷൻ ആണ് നമ്മൾ എന്താ ടൈപ്പ് 2 and 3 ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ടൈപ്പ് 2 ലും 3 ലും ഒക്കെ റിഡക്ഷൻ ചെയ്തതിന് ശേഷവും നമ്മൾ എന്താ ഈ ഫ്രാക്ചറിന്റെ ബിറ്റ്വീൻ ആയിട്ട് എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടോന്ന് നമ്മൾ നോക്കണം. ഓക്കെ, റിഡക്ഷൻ ചെയ്തതിന് ശേഷം ദർ ഈസ് എനി ഗ്യാപ്പ്. കാരണം നമ്മുടെ ന്യൂറോവാസ്കുലർ ബണ്ടിൽസ് ചിലപ്പോൾ അതിൻ്റെ അകത്ത് ട്രാപ്ഡ് ആയിരിക്കാം. ഓക്കെ, അപ്പം അത് ഗ്യാപ്പ് ഉണ്ടോന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ചിലപ്പം അതിന് വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ബ്രേക്കിയാലിസ് മസിൽസിനെ ഒക്കെ ഫ്രീ ചെയ്തിട്ട് ഡിസെക്ട് ചെയ്തിട്ട് നമുക്കത് ക്ലിയർ ചെയ്യേണ്ടി വരും, ഓപ്പൺ ആയിട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി അടുത്തത് എന്താ ക്ലോസ്ഡ് റിഡക്ഷൻ പറഞ്ഞു. ഇനി ഓപ്പൺ റിഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കിനും പ്ലേറ്റ് ആൻഡ് സ്ക്രൂ ഇന്റേണൽ ഫിക്സേഷൻ നടത്തുന്നതാണ്. ടെക്സ്റ്റിലൊന്നും വലിയതായിട്ട് പറഞ്ഞിട്ടില്ല. ഇവിടെ ഫിക്സേഷൻ എന്താ പറയാ, ഒരു മിനിറ്റ്. ഇവിടെ നമ്മൾ ഓപ്പറേറ്റീവ് മെത്തേഡാണ്. ഓപ്പറേറ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കിനും യൂഷ്വലി എന്താ 2 to 3 ഡൈവേർജന്റ് ലാറ്ററൽ പിൻസ്, 2 to 3 പിൻസ് ലാറ്ററൽ പിൻസ് എന്താ ഫ്രാക്ചറിന്റെ സ്റ്റെബിലിറ്റി അനുസരിച്ചിട്ട് ഡൈവേർജന്റ് പിൻസ് ഫിക്സേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. മീഡിയൽ പിൻസ് നമ്മൾ യൂസ് ചെയ്യാറില്ല, ബിക്കോസ് അൾനാർ നെർവിന് പ്രശ്നം വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ മീഡിയൽ പിൻസ് അധികം യൂസ് ചെയ്യാറില്ല. ഓക്കെ, ഇത് ഒരു ഓപ്പറേറ്റീവ് മെത്തേഡ് ആണ്. ഇത് നമ്മൾ ഫ്രാക്ചർ ആ ഏരിയ തുറക്കണില്ല, അല്ലാണ്ട് തന്നെ നമ്മൾ പിൻസ് അല്ലെങ്കിൽ കെ വയർ ഫിക്സേഷൻ നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, ഇതൊരു മെത്തേഡ്. പിന്നുള്ളത് ഓപ്പൺ റിഡക്ഷൻ ആണ്. ഓപ്പൺ റിഡക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്ലോസ്ഡ് ആയിട്ടുള്ള ടെക്നിക്സ് ഒക്കെ നമുക്ക് എന്താ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റിഡക്ഷൻ, ഫ്രാക്ചറിന്റെ റിഡക്ഷൻ പറ്റുന്നില്ല ക്ലോസ്ഡ് ടെക്നിക്സ് വഴി. പിന്നെ നമ്മൾ ഈ ഓപ്പൺ റിഡക്ഷൻ ചെയ്യുമ്പോഴത്തേക്കിനും എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റീരിയർലി നമ്മൾ ഡിസെക്ട് ചെയ്യാൻ നോക്കരുത്. ഓക്കെ, പോസ്റ്റീരിയർ ഡിസെക്ഷൻ കൂടുതലായിട്ടും ചെയ്യാൻ നോക്കരുത്. കാരണം അവിടെ ഡിസ്പ്ലേസ്ഡ് ആയി പോയുള്ള ഫ്രാഗ്മെന്റിന്റെ വാസ്കുലാരിറ്റി അത് ബാധിക്കും. ഓക്കെ, സംഭവം ഞാൻ ഇതൊക്കെ ചുമ്മാ പറയുന്ന, നമുക്ക് ട്രീറ്റ്മെന്റ് എഴുതുമ്പോഴത്തേക്കിനും ജസ്റ്റ് ട്രാക്ഷൻ, കൗണ്ടർ ട്രാക്ഷൻ, പിന്നെ സ്പ്ലിന്റ് ഇടുക, കാസ്റ്റ് ഇടുക, പിന്നെ ക്ലോസ്ഡ് റിഡക്ഷൻ, കെ വയർ ഫിക്സേഷൻ എന്ന് പറഞ്ഞ, പിന്നെ ഓപ്പൺ റിഡക്ഷൻ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി. പിന്നെ ഞാനിത് പറയുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ ഓപ്പൺ റിഡക്ഷൻ വഴി ഫ്രാക്ചർ റിഡക്ഷൻ ചെയ്ത് ഫിക്സേഷനും ചെയ്യും. ഓക്കെ, ഇത് നമ്മൾ ഓപ്പൺ റിഡക്ഷൻ മിക്കവാറും ചെയ്യുന്നത് വാസ്കുലർ കോംപ്രമൈസ് ഉള്ളപ്പോഴാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം ട്രീറ്റ്മെന്റ് ഏരിയ. ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും നോൺ ഓപ്പറേറ്റീവ് ട്രീറ്റ്മെന്റ് യൂഷ്വലി ടൈപ്പ് 1 ചെയ്യുന്നത്. ഇവിടെ നമ്മൾ സ്പ്ലിന്റും ട്രാക്ഷൻ, കൗണ്ടർ ട്രാക്ഷൻ വഴി റിഡക്ഷൻ ചെയ്തിട്ട് നമ്മൾ സ്പ്ലിന്റ് ഇടുകയാണ്. ഓക്കെ,
സ്പ്ലിന്റ് ഇട്ടിട്ട് 3 to 7 വീക്സ് ഡേയ്സ് സ്പ്ലിന്റ് ഇട്ടതിന് ശേഷം ഡിസ്പ്ലേസ്മെന്റ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ലോങ് ആം കാസ്റ്റിലോട്ട് മാറും. പിന്നുള്ളത് ഓപ്പറേറ്റീവ് ട്രീറ്റ്മെന്റ് ടൈപ്പ് 2 ആൻഡ് ടൈപ്പ് 3 കൂടുതലായിട്ട് ഓപ്പറേറ്റീവ് ട്രീറ്റ്മെന്റ് ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോസ്ഡ് റിഡക്ഷനും പെർക്യൂട്ടേനിയസ് ആയിട്ടുള്ള പിന്നിങ്ങും ആണ്. ഓക്കെ, പിന്നുള്ള അതാണ് നമ്മളുടെ ഓപ്പറേറ്റീവ് മെത്തേഡ് ആണ്. പിന്നുള്ളതെന്ന് പറയുന്നത് ഓപ്പൺ റിഡക്ഷൻ ആണ്. ഓപ്പൺ റിഡക്ഷൻ നമ്മൾ ചെയ്യുന്നത് വാസ്കുലർ കോംപ്രമൈസ് നടക്കുന്ന സമയത്തായിരിക്കും. പോസ്റ്റീരിയർലി നമ്മൾ ഡിസെക്ട് ചെയ്തില്ല, ഫ്രാഗ്മെന്റിന്റെ വാസ്കുലാരിറ്റി അത് ബാധിക്കാം, ഡിസ്പ്ലേസ്ഡ് ആയിട്ട് പോയിട്ടില്ല. അപ്പം കൂടുതലായിട്ട് ഓപ്പൺ റിഡക്ഷൻ ചെയ്യുന്ന, ക്ലോസ് റിഡക്ഷൻ ഇൻഅപ്രോപ്രിയേറ്റ് ആണെങ്കിലോ വാസ്കുലർ കോംപ്രമൈസ് ഉണ്ടെങ്കിലാണ് നമ്മൾ ഓപ്പൺ റിഡക്ഷനിലോട്ട് പോകുന്നത്. ഓക്കെ ഓക്കെ, അവിടെ നമ്മൾ പ്ലേറ്റ് ആൻഡ് സ്ക്രൂസ് ആയിരിക്കും ഇന്റേണൽ ഫിക്സേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക കേട്ടോ, ഓപ്പൺ റിഡക്ഷൻ. ഇനി അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇതിന്റെ കോംപ്ലിക്കേഷൻസ് ആണ്. ഓക്കെ, ഇതിന്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കിനും എന്താ, ഇമ്മീഡിയറ്റ് കോംപ്ലിക്കേഷൻസ് ഉണ്ട്, ഏർലി കോംപ്ലിക്കേഷൻസ് ഉണ്ട്, ലേറ്റ് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളത് ന്യൂറോളജിക്കൽ കോംപ്ലിക്കേഷൻസ് നമ്മൾ ഇത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഏതൊക്കെയായിരുന്നു ന്യൂറോളജിക്കൽ കോംപ്ലിക്കേഷൻ? അൽനാനോപാൽസി, 3 nerve പാൽസീസ് വരാം. അപ്പം ഇതൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന ഫീച്ചേഴ്സ്, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ ആണ്. വാസ്കുലർ ആണെങ്കിലും നമ്മൾ എങ്ങനെയാ വാസ്കുലർ ഇമ്മീഡിയറ്റ് ആയിട്ട് കോംപ്ലിക്കേഷൻ വരുന്ന അറിയുന്നത്? അപ്പൊ പൾസ്ലെസ് ആയിട്ട് പേഷ്യന്റ് വരണം. ഓക്കെ, ഇനി കുറച്ചുകൂടെ ഏർലി ആയിട്ടുള്ള ഒരു എന്താ കോംപ്ലിക്കേഷൻ ആണ് കമ്പാർട്ട്മെന്റ് സിൻഡ്രോം. ഏത് കമ്പാർട്ട്മെന്റ് ആയിരിക്കും കൂടുതലായിട്ട് എഫക്ട് ആവുന്നത്? ഫ്ലെക്സർ കമ്പാർട്ട്മെന്റ്. ഇവിടെ കൂടുതലായിട്ടും കമ്പാർട്ട്മെന്റ് സിൻഡ്രോം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ആന്റീരിയർ ഇൻട്രോഷ്യസ് നെർവ് ഉണ്ടല്ലോ, ആന്റീരിയർ ഇൻട്രോഷ്യസ് ആർട്ടറി, അതൊരു എൻഡ് ആർട്ടറി ആണ്. അപ്പം അത് ആദ്യമേ അടിച്ചു പോകും. ഓക്കെ, അപ്പം അതൊരു എൻഡ് ആർട്ടറി ആയ കാരണം അത് ഇതായി കഴിഞ്ഞാല് അതിന് ആ ആർട്ടറിക്ക് പ്രശ്നം വന്നു കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻ അത് ആദ്യമേ കാണിച്ചു തുടങ്ങും. അപ്പം അത് ഏത് ഏരിയയിലാണ്? കമ്പാർട്ട്മെന്റ് സിൻഡ്രോം ആമിലും അങ്ങനെ റെയർ അല്ലേ, കൂടുതലും ഫോറാമിലല്ലേ? റെയർ ആണ്, ഫോറാമിലാണുള്ളത്. പിന്നെ ഉള്ളത് കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വോക്സ്മൻസ് ഇസ്കെമിക് കോൺട്രാക്ചർ. ഓക്കെ, എടാ ഇത് ഷോർട്ട് നോട്ട് അല്ലേ വോക്സ്മൻസ് ഇസ്കീമിയ? ഓക്കെ, അപ്പം വോക്സ്മൻസ് ഇസ്കീമിയ എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ ബാക്കിയുള്ളതും കൂടെ പറയാം. പിന്നെ വേറെ ഉള്ളത് മാൽയൂണിയൻ. ഓക്കെ, മാൽയൂണിയൻ വരാം, വോക്സ്മൻസ് ഇസ്കീമിയ വരാം, പിന്നെ മയോസൈറ്റിസ് ഓസിഫിക്കൻസ് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു, പിന്നെ എൽബോ സ്റ്റിഫ്നെസ്. ഇതൊക്കെയാണ് ലേറ്റ് കോംപ്ലിക്കേഷൻസ്. ഏർലി ആയിട്ട് വോക്സ്മൻസ് ഇസ്കീമിയ, ലേറ്റ് ആയിട്ട് വോക്സ്മൻസ് ഇസ്കെമിക് കോൺട്രാക്ഷൻ. ഓക്കെ ഓക്കെ, അപ്പം നമ്മള് വോക്സ്മൻസ് ഇസ്കീമിയ പറയാം. അപ്പം ഇത് നടക്കുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് വെസൽസ് അല്ലെങ്കിൽ ഇഞ്ചുറി വരികയാണ്. ഓക്കെ, ഇസ്കീമിക് ആയിട്ടുള്ള ഇഞ്ചുറി വരുന്നു, വെസൽസ് എഫക്ട് ആവും. അപ്പം മസിൽസിന്റെ വെസൽസ് എല്ലാം എഫക്റ്റഡ് ആവുന്നു. അപ്പം എന്താ ഫ്ലെക്സർ കമ്പാർട്ട്മെന്റ് ആണ് കൂടുതലായിട്ടും ഇതില് എഫക്ട് ആവുന്നത്. അപ്പം ബ്രേക്കിയൽ ആർട്ടറിയുടെ ഒക്ലൂഷൻ ആണ്, സുപ്രാകോണ്ടൈലർ ഫ്രാക്ചർ കാരണം ബ്രേക്കിയൽ ആർട്ടറി ഒക്ലൂഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, ഇത് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മസിൽസ് ഓഫ് ആന്റീരിയർ ഇൻട്രോഷ്യസ് ആർട്ടറി, ആന്റീരിയർ ഇൻട്രോഷ്യസ് ആർട്ടറി സപ്ലൈ ചെയ്യുന്ന മസിൽസ് അത് ഏതൊക്കെയായിരുന്നു? ഫ്ലെക്സർ മസിൽസ് എന്ന് പറഞ്ഞാൽ അത് ആന്റീരിയർ ഇൻട്രോഷ്യസ്. അപ്പം മോസ്റ്റ്ലി എഫക്റ്റഡ് ആയിട്ടുള്ള മസിൽസ് ഫ്ലെക്സർ പോളിസിസ് ലോങ്ങസും ഫ്ലെക്സർ മീഡിയൽ ഹാഫ് ഓഫ് ഫ്ലെക്സർ ഡിജിറ്റോറും പ്രൊഫൻഡസും ആണ്. അപ്പം ഈ കമ്പാർട്ട്മെന്റില് അപ്പം ഈ മസിൽസിന്റെ ഇസ്കീമിയാണ് കമ്പാർട്ട്മെന്റ് സിൻഡ്രോത്തിലോട്ട് കാണിക്കുന്നത് പോകുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിനെ ഫ്ലെക്സർ പോളിസിസ് ലോങ്ങസ് ആൻഡ് ഫ്ലെക്സർ ഡിജിറ്റോറും പ്രൊഫൻഡസ്.
നമ്മുടെ ആന്റീരിയർ ഇൻട്രൂഷ്യസ് നെർവ് സപ്ലൈ ചെയ്യുന്നെന്ന് പറഞ്ഞില്ലേ, അത് തന്നെ. അത് തന്നെ. ഓക്കെ. ഇനി അത് നമ്മള് ഡയഗ്നോസ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമുക്ക് ചൈൽഡ് സിവിയർ പെയിൻ ആയിട്ട് കംപ്ലൈന്റ് ചെയ്യും. ഫോറാമില് സിവിയർ പെയിൻ, കുട്ടിയുടെ ഫ്രാക്ചറിനെയും കാട്ടിലും കുട്ടിക്ക് വേദനയായിരിക്കും ഈ ഫോറാമില്. ഓക്കെ, സിവിയർ പെയിൻ ആയിരിക്കും, ലൈക്ക് സിവിയർ പെയിൻ ഇൻ ദ ഫോറാം. ഓക്കെ. പിന്നെ നമ്മൾ യൂഷ്വൽ ഡോസ് അനാൽജസിക്സ് ഒക്കെ കൊടുത്താലും കുട്ടിക്ക് എന്താ പറ്റൂല, അത്രയ്ക്കും സിവിയർ പെയിൻ ആയിരിക്കും. പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കി, ഡയഗ്നോസിസിന് വേണ്ടി ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് സ്ട്രെച്ച് പെയിൻ ആണ്. അപ്പം ഫ്ലെക്സർ മസിൽസിനെ ഇത് ചെയ്യാൻ വേണ്ടിട്ട് എന്താ ചെയ്യേണ്ടത്? എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, കുട്ടിയുടെ കൈ എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ പേഷ്യന്റ് എന്താ ഫോറാം ആസ്പെക്ട്, ഫ്ലെക്സർ ആസ്പെക്ട് ഓഫ് ദ ഫോറാമില് പേഷ്യന്റിന് സിവിയർ പെയിൻ ഉണ്ടാവും. പിന്നെ ആ ഏരിയയിൽ നംനെസ്സും സ്വെല്ലിങ്ങും ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഫിംഗേഴ്സിലൊക്കെ ആയിട്ട് ടെൻഡർനെസ്. പിന്നെ നമ്മൾ ഫോറാം പ്രസ് ചെയ്യുമ്പോൾ പേഷ്യന്റ് നല്ല വേദന ഉണ്ടാവും, നല്ല ടെൻഡർനെസ് ഒക്കെ ഉണ്ടാവും. അപ്പം വോക്സ്മാൻ ഇഷ്കീമിയ എന്ന് പറയുന്നത് ഇഷ്കീമിക് ഇഞ്ചുറി ടു ദ മസിൽസ് ആൻഡ് നെർവ്സ് ഓഫ് ദ ഫ്ലെക്സർ കമ്പാർട്ട്മെന്റ് ഓഫ് ഫോറാം. ഓക്കെ, കോസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ബ്രേക്കിയൽ ആർട്ടറിയുടെ ഒക്ലൂഷൻ ബിക്കോസ് ഓഫ് സുപ്രാകോണ്ടൈലർ ഫ്രാക്ചർ. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലെക്സർ മസിൽസിന് ആന്റീരിയർ ഇൻട്രൂഷ്യസ് ആർട്ടറി സപ്ലൈ ചെയ്യുന്ന മസിൽസ് എന്ന് വെച്ചാൽ ഫ്ലെക്സർ പോളിസിസ് ലോങ്ങസ് അല്ലെങ്കിൽ ഫ്ലെക്സർ ഡിജിറ്റോറം പ്രൊഫിൻഡസ്, ഈ ആർട്ടറീസ്. കാരണം ഈ ആന്റീരിയർ ഇൻട്രൂഷ്യസ് ആർട്ടറി ബ്രേക്കിയൽ ആർട്ടറിയുടെ ബ്രാഞ്ച് ആണ്, ബട്ട് ഇറ്റ് ഈസ് ആൻ എൻഡ് ആർട്ടറി. സോ ഈ ആർട്ടറി സപ്ലൈ ചെയ്യുന്ന ഈ മസിൽസിനൊക്കെ എന്താ സംഭവിക്കുന്നത്? ഇഷ്കീമിയ വരാം, ആൻഡ് ദേ വിൽ ലീഡ് ടു കമ്പാർട്ട്മെന്റ് സിൻഡ്രോം. നമ്മൾ വോക്സ്മാൻസ് ഇഷ്കീമിയ എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ദ പേഷ്യന്റ് വിൽ ബി ഹാവിംഗ് സിവിയർ പെയിൻ ഇൻ ദ ഫോറാം. ഓക്കെ, ഫോറാമിൽ സിവിയർ പെയിൻ ഉണ്ടാവും, മോർ പെയിൻ ദാൻ ദാറ്റ് ഓഫ് ദ ഫ്രാക്ചർ. ഓക്കെ, നമ്മൾ എങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാം? സ്ട്രെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സ്ട്രെച്ച് പെയിൻ അതെന്ന് പറയുമ്പോൾ നമ്മൾ ഫോറാം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറയുമ്പോഴത്തേക്കിനും ഫോറാം പാർട്ടില് എന്താ ഫ്ലെക്സർ പാർട്ട് ഓഫ് ദ ഫോറാമില് പേഷ്യന്റിന് പെയിൻ ആയിരിക്കും. പിന്നെ ആ ഫോറാമില് എന്താ ഫോറാമില് സ്വെല്ലിങ്ങും നംനെസ്സും ഒക്കെ ഫിംഗേഴ്സിൽ ഉണ്ടാവും. പിന്നെ ഫോറാം മസിൽസിനൊക്കെ നല്ല ടെൻഡർനെസ് ഉണ്ടാവും പ്രസ്സിങ്ങില്. ഓക്കെ, വോക്സ്മാൻ ഇഷ്കീമിയ നമ്മൾക്ക് എന്താ പറയാ, ഒരു എമർജൻസി ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അപ്പം നമ്മള് പേഷ്യന്റിന് എന്തെങ്കിലും എമർജൻസി ആയിട്ട് വരുമ്പോഴത്തേക്കിനും ഇപ്പൊ പേഷ്യന്റ് എന്തെങ്കിലും സ്പ്ലിന്റോ അല്ലെങ്കിൽ ബാൻഡേജോ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ റിമൂവ് ചെയ്യണം. ഓക്കെ, ചിലപ്പം അതിന്റെ അത് കൺസ്ട്രിക്ട് ചെയ്യുന്നത് കാരണമായിരിക്കാം ചിലപ്പം ഈ കണ്ടീഷൻ വന്നത്. ഓക്കെ, നമ്മൾ ഫോറാം എലിവേറ്റ് ചെയ്ത് വെക്കണം. കുട്ടിയോട് ഫിംഗേഴ്സ് എല്ലാം മൂവ് ചെയ്യാനായിട്ട് നമ്മൾ എൻകറേജ് ചെയ്യണം. ഓക്കെ, പിന്നെ ഇത് വിത്തിൻ 2 hours കൊണ്ട് ഉണ്ടായതിനു ശേഷം വിത്തിൻ 2 hours ഇത് എന്താ ഇംപ്രൂവ്മെന്റ് ഇല്ലെങ്കിൽ, പേഷ്യന്റിന്റെ കണ്ടീഷൻ ഇംപ്രൂവ്മെന്റ് ഇല്ലെങ്കിൽ നമുക്ക് ഡികംപ്രഷൻ ചെയ്യണം. ഡികംപ്രഷൻ എന്താ ചെയ്യുന്നത്? കമ്പാർട്ട്മെന്റ് സിൻഡ്രോം, ഫേഷ്യോട്ടമി. അപ്പം ഫേഷ്യ, ഡീപ് ഫേഷ്യ കവറിംഗ് ദ ഫ്ലെക്സർ മസിൽസ് ഓഫ് ഫോറാമില് നമ്മൾ എൻറ്റയർ ലെങ്ത്തിൽ ഒരു സ്ലിറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം ഇതാണ് വോക്സ്മാൻസ് ഇഷ്കീമിയ. ഇത് വോക്സ്മാൻസ് ഇഷ്കീമിക് കോൺട്രാക്ചർ ആണ്. അപ്പൊ നമ്മുടെ ഈ നോക്ക്, ബ്രേക്കിയൽ ആർട്ടറിക്ക് എന്തെങ്കിലും ഒക്ലൂഷൻ വരാം സുപ്രാകോണ്ടൈലർ ഫ്രാക്ചർ കാരണം. അങ്ങനെ ആ ഏരിയയിലുള്ള ബ്ലഡ് സപ്ലൈ നിന്ന് കമ്പാർട്ട്മെന്റ് സിൻഡ്രോം ഉണ്ടാവുന്നു. സിവിയർ ആയിട്ട് പോവാണെങ്കിൽ നമുക്ക് ഇത് ഫേഷ്യോട്ടമി ചെയ്യണം. എൻറ്റയർ ഫ്ലെക്സർ ആസ്പെക്ട് നമുക്ക് ഫേഷ്യോട്ടമി ചെയ്യണം. ഓക്കെ, ഇനി പറയുന്നത് മാൽയൂണിയൻ ആണ് അടുത്ത ലേറ്റ് കോംപ്ലിക്കേഷൻ പറയുന്നത്. ലേറ്റ് കോംപ്ലിക്കേഷനിൽ ഫസ്റ്റ് വൺ മാൽയൂണിയൻ എന്ന് പറയുമ്പോഴത്തേക്കിനും ഏറ്റവും കോമണസ്റ്റ് ആയിട്ടാണ് സുപ്രാകോണ്ടൈലർ ഫ്രാക്ചറിൽ ഏറ്റവും കോമണസ്റ്റ് ആണ്. ഇത് കാരണം വരുന്ന ക്യൂബിറ്റസ് വാരസ് ഡിഫോമിറ്റി ആണ്. ഡിസ്റ്റൽ ആയിട്ടുള്ള ഒടിഞ്ഞു പോയ ഡിസ്റ്റൽ ഫ്രാഗ്മെന്റ് അത് യുണൈറ്റ് ചെയ്യുന്നത് മീഡിയലി ചെറുതായിട്ട് മീഡിയലി ടിൽറ്റ് ചെയ്ത് ഇന്റേണൽ റൊട്ടേറ്റ് ഒക്കെ ചെയ്തിട്ടാണ് വന്നിട്ട് യുണൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഡിസ്റ്റൽ ഫ്രാഗ്മെന്റ് യുണൈറ്റ്സ്
ടിൽറ്റ് മീഡിയലി ആൻഡ് ഇന്റേണൽ റൊട്ടേഷൻ ഉണ്ടാവും. അത് കാരണം അങ്ങനെ ഫ്രാക്ചർ യുണൈറ്റ് ചെയ്യുമ്പോഴാണ് ഈ ക്യൂബിറ്റസ് വാരസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ ആവുന്നത്. ഓക്കെ, അങ്ങനെ വരുമ്പോഴത്തേക്കിനും കുട്ടിയുടെ കൈ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാവോ? ഒരു പഴയകാല തോക്കുപോലെ ഇരിക്കും. ഗൺ സ്റ്റോക്ക് ഡിഫോമിറ്റി എന്ന് പറയും. ഓക്കെ, ഇതില് എന്താ പറയാ, ഗൺ സ്റ്റോക്ക് ഡിഫോമിറ്റി ഉണ്ടല്ലേ. ഓക്കെ, ഒരു ലോഡിങ് സ്റ്റോക്ക്ഡ് ആയിട്ടുള്ള ഓൾഡ് ലോങ് ബാരൽ ഗൺ പോലെയാണ് ഈ സംഭവം. കുട്ടിയുടെ കൈ ഇങ്ങനെ ഇരിക്കും. അപ്പം ഇത് എന്താ പറയാ, ക്യൂബിറ്റസ് വാരസ് ഡിഫോമിറ്റി കോസ്മെറ്റിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുള്ളൂ, ഇമ്പയർമെന്റ് ഉണ്ടാക്കുന്നുള്ളൂ, അല്ലാണ്ട് വലിയ പ്രശ്നം ഫംഗ്ഷൻ ഒന്നും കുഴപ്പമൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പം ഒരു ഫ്രഞ്ച് ഓസ്റ്റിയോട്ടമി, സുപ്രാകോണ്ടൈലർ കറക്റ്റീവ് ഓസ്റ്റിയോട്ടമി, ഫ്രഞ്ച് ഓസ്റ്റിയോട്ടമി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ട്രീറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, അത് മാൽയൂണിയൻ കാരണം വരുന്നത് ഗൺ സ്റ്റോക്ക് ഡിഫോമിറ്റി. ഓക്കെ, ക്യൂബിറ്റസ് വാരസ് ഡിഫോമിറ്റി ആണ്. ഓക്കെ, പിന്നെ ഇനി അടുത്തത് മയോസൈറ്റിസ് ഓസിഫിക്കൻസ് അറിയാവല്ലോ. എന്താരെങ്കിലും ഒന്ന് പറഞ്ഞേ. ഹലോ 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 ഹലോ, മയോസൈറ്റിസ് ഓസിഫിക്കൻസ്. ഒരു ബോൺ പോലെ സാധനം ജോയിന്റ് അവിടെ ഒരു ബോൺ പോലത്തെ സാധനം ഉണ്ടാവും. അപ്പം അത് കഴിഞ്ഞു. ഇനി വോക്സ്മാൻസ് ഇസ്കെമിക് കോൺട്രാക്ചർ. ഓക്കെ, അതുണ്ടോ? അല്ല, ഒന്നുമില്ല. എന്താടാ? അതൊന്നുമില്ല, പറഞ്ഞു. നമ്മള് എന്താ മുമ്പ് വോക്സ്മാൻസ് ഇസ്കീമിയ ഒക്കെ ഉണ്ടായെന്ന് പറഞ്ഞില്ലേ. അപ്പം ഈ മസിൽസ് ഇസ്കീമിക് ആയിട്ടുള്ള മസിൽസ് ഗ്രാജുവലി ഫൈബ്രസ് ടിഷ്യൂ ആയിട്ട് റീപ്ലേസ് ചെയ്യപ്പെടും. ഓക്കെ, അങ്ങനെ ഇത് എന്താ നമ്മുടെ വ്രിസ്റ്റിനെയും ഫിംഗേഴ്സിനെയും കോൺട്രാക്ട് ചെയ്തിട്ട് ഒരു ഫ്ലെക്ഷനിലോട്ട് കൊണ്ടുവരും. ഓക്കെ, ഇസ്കീമിക് ആയിട്ടുള്ള മസിൽസ് ഗ്രാജുവലി റീപ്ലേസ് ചെയ്തിട്ട് ഫൈബ്രസ് ടിഷ്യൂ ആവും. ദിസ് കോസസ് കോൺട്രാക്ഷൻ ആൻഡ് ഗ്രാജുവൽ ഫ്ലെക്ഷൻ ഓഫ് വ്രിസ്റ്റ് ആൻഡ് ഫിംഗേഴ്സ്. ഓക്കെ, ഇവിടെ എന്താ പെരിഫറൽ നെർവ്സ് ഒക്കെ എഫക്റ്റഡ് ആണെങ്കിൽ നമുക്ക് അവിടെ സെൻസറി ലോസും മോട്ടോർ ലോസും ഒക്കെ ഉണ്ടാവും. ഫോർ ആമിലും ഹാൻഡിലും ഒക്കെ പെരിഫറൽ നെർവ്സ് ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ. മസിൽസ് മാത്രമാണെങ്കിൽ എന്താ സെൻസറി ലോസും മോട്ടോർ ലോസും ഒന്നും ഉണ്ടാവില്ല. ഇഫ് പെരിഫറൽ നെർവ്സ് ഇൻവോൾവ് ആണെങ്കിൽ സെൻസറി ലോസും മോട്ടോർ ലോസും ഒക്കെ ഹാൻഡിലും ഫോർ ആമിലും കാണും. അപ്പം ഇതിന്റെ ഫീച്ചേഴ്സ് കണ്ടു കഴിഞ്ഞാൽ തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എട്രോഫിക് ആണ്. ഫോർ ആമും എന്താ ഫ്ലെക്സർ ഡിഫോമിറ്റി ആയിരിക്കും. വ്രിസ്റ്റിലും ഫിംഗേഴ്സിലും ഒക്കെ ഫ്ലെക്സർ ഡിഫോമിറ്റി ഉണ്ടാവും, അട്രോഫിക് ആയിരിക്കും. പിന്നെ സ്കിന്ന്, ആ ഏരിയയിലുള്ള സ്കിന്നൊക്കെ ഡ്രൈ ആൻഡ് സ്കെയിലി ആയിരിക്കും. നെയിൽസും അട്രോഫിക് ആയിട്ട് അട്രോഫിക് ചേഞ്ചസ് കാണിക്കും. ഓക്കെ, അപ്പം ഇതാണ് വോക്സ്മാൻ സൈൻ. അപ്പം ഇത് എന്താ ഇതാണ് നമുക്ക് എന്താ ഡയഗ്നോസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന വോക്സ്മാൻ സൈൻ. ഇതാണ് എന്നുവെച്ചാൽ ഫ്ലെക്ഷൻ ഡിഫോമിറ്റി ഓഫ് ദ ഫിംഗേഴ്സ്. ഓക്കെ, പോയോ വോക്സ്മാൻ സൈൻ. പിന്നെ ഇത് മൈൽഡ് ഒക്കെ ആണെങ്കിൽ പാസീവ് സ്ട്രെച്ചിങ് ഒക്കെ വെച്ചിട്ട് നമുക്ക്, മൈൽഡ് ഡിഫോമിറ്റി ആണെങ്കിൽ പാസീവ് സ്ട്രെച്ചിങ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാം. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്പ്ലിന്റ് ആണ് ഇത്. ഇതിന്റെ വലിയ മെക്കാനിസം ഓഫ് ആക്ഷൻ എനിക്ക് മനസ്സിലായില്ല. ഇത് മസിൽസിനെ എപ്പോഴും പാസീവ് സ്ട്രെച്ചിങ് ചെയ്തുകൊണ്ടിരിക്കും. മൈൽഡ് ഡിഫോമിറ്റി ആണെങ്കിൽ ഇത് വോക്സ്മാൻ സ്പ്ലിന്റ് എന്നാണ് അതിന് പറയുന്നത്. ഓക്കെ, സിവിയർ ഡിഫോമിറ്റി ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഈ ഫോറാമിന്റെ മസിൽസിനെയും കാർപ്പൽ ബോൺസിനെയും ഒക്കെ ഷോർട്ടൻ ചെയ്യേണ്ടി വരും, എക്സിഷൻ ചെയ്ത് ഷോർട്ടൻ ചെയ്യേണ്ടി വരും സിവിയർ ഡിഫോമിറ്റീസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ. ഇത്രയുമാണ് വോക്സ്മാൻസ് ഇസ്കെമിക് കോൺട്രാക്ഷന്റെ കാര്യം പറയുന്നത്. പിന്നെ ഞാനൊരു കാര്യം ഡിംപിൾ സൈൻ പറഞ്ഞില്ലേ? ഡിംപിൾ സൈൻ അറിയാലോ, 3 ബോണി പ്രോമിനൻസ്, മീഡിയൽ ഏതാണ് ഇല്ല ഇതൊന്നും അറിയാതെ വന്നേക്കുന്നു. മീഡിയൽ എപ്പിക്കോണ്ടൈലും ലാറ്ററൽ എപ്പിക്കോണ്ടൈലും ഒലക്രോൺ പ്രോസസ്സും ആ 3 ബോണി പ്രോമിനൻസ് തമ്മിലുള്ള ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യണം നോർമൽ ആയിട്ടുള്ളവർക്ക്. പിന്നെ എക്സ്റ്റൻഷൻ ചെയ്യുമ്പോഴത്തേക്കിനും അത് ഒറ്റ ലൈനിൽ വരെയും ചെയ്യണം. ഇത് വന്നില്ലെങ്കിൽ ഡിംപിൾ സൈൻ ഉണ്ടാവും. അതിന്റെ ഫോട്ടോ കിട്ടിയില്ല. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി.
ഈ നമ്മുടെ സുപ്രാകോണ്ടൈലർ ഫ്രാക്ചറിന്റെ ട്രീറ്റ്മെന്റ് ഓക്കെ ചെറുതായിട്ടാണ്. നമ്മൾ പേഷ്യന്റ് വരുമ്പം നമ്മൾ ആദ്യം നോക്കുന്നത് എന്താ, റേഡിയൽ പൾസ് ഉണ്ടോ ഇല്ലയോ. പ്രസന്റ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ പിന്നെ ഫ്രാക്ചർ ഡിസ്പ്ലേസ്ഡ് ആണോ അൺഡിസ്പ്ലേസ്ഡ് ആണോ നോക്കും. ഫ്രാക്ചർ അൺഡിസ്പ്ലേസ്ഡ് ആണെങ്കിൽ ഒന്നും ചെയ്യാനില്ല, പ്ലാസ്റ്റർ ഓഫ് പാരിസ് സ്ലാബ് ഇടുക ഫോർ 3 weeks, അത് കഴിഞ്ഞിട്ട് മൊബിലൈസേഷൻ. പിന്നെ ഫ്രാക്ചർ ഡിസ്പ്ലേസ്ഡ് ആണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ക്ലോസ്ഡ് റിഡക്ഷനും K-wire ഫിക്സേഷനും ചെയ്യും. ഓക്കെ ഓക്കെ. പിന്നെ എന്നിട്ട് നമ്മൾ എക്സ്റേ ഒക്കെ 1 weekന് ശേഷം നോക്കിയിട്ട് ലാസ്റ്റ് 3 weeks ഇട്ട് മൊബിലൈസേഷൻ. ഓക്കെ. പിന്നെ നമ്മൾ എക്സ്റേ നോക്കി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു എക്സ്റേ ആണ്, പിന്നെ അൺഅക്സെപ്റ്റബിൾ സ്ലിപ്പ് ആയിട്ടുണ്ട്. ഓക്കെ. അല്ലെങ്കിൽ നമ്മൾ എടുത്ത എക്സ്റേ അൺഅക്സെപ്റ്റബിൾ ആണ്, അല്ലെങ്കിൽ റിഡക്ഷൻ സ്ലിപ്പ് ആയിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഓപ്പൺ റിഡക്ഷൻ ചെയ്യണം, എന്നിട്ട് K-wire ഫിക്സേഷൻ ചെയ്യേണ്ടി വരും. അത് നമുക്ക് 3 weeks കഴിഞ്ഞിട്ട് മൊബിലൈസ് ചെയ്യാം. അപ്പം ആദ്യം നോക്കേണ്ടത് സുപ്രാകോണ്ടൈലർ ഫ്രാക്ചർ ആയിട്ട് വരുമ്പോഴത്തേക്കിനും റേഡിയൽ പൾസ് നോക്കണം, പിന്നെ ഡിസ്പ്ലേസ്ഡ് ആണോ അൺഡിസ്പ്ലേസ്ഡ് ആണോ നോക്കാം. അൺഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ളതാണെങ്കിൽ 3 weeks POP ചെയ്തിട്ട് മൊബിലൈസേഷൻ ചെയ്യാം. ഫ്രാക്ചർ ഡിസ്പ്ലേസ്ഡ് ആണെങ്കിൽ ആദ്യം നമ്മൾ ക്ലോസ്ഡ് റിഡക്ഷൻ ചെയ്യണം, പെർക്യൂട്ടേനിയസ് ആയിട്ടുള്ള ഇന്റർണൽ ഫിക്സേഷനും ചെയ്യണം, K-wire ഫിക്സേഷൻ. അതും ചെയ്തിട്ട് പിന്നെ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയിട്ട് ആള് ഓക്കെ ആണ്, ഡിസ്പ്ലേസ്മെന്റ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് 3 weeks സ്ലാബ് വെച്ചിട്ട് നമുക്ക് മൊബിലൈസേഷൻ ചെയ്യും. അതേസമയം നമ്മൾ K-wire ക്ലോസ് റിഡക്ഷൻ ചെയ്തു, എക്സ്റേ എടുത്ത് നോക്കി, ആൾക്ക് ഡിസ്പ്ലേസ്മെന്റ് ഒന്നും ഇല്ല എങ്കിൽ റിഡക്ഷൻ മെയിൻറ്റെയിൻ ആണ്, ഡിസ്പ്ലേസ്മെന്റ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് മൊബിലൈസ് 3 weeks POP. ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ റിഡക്ഷൻ ചെയ്ത് സ്ലിപ്പ് ആയിട്ടുണ്ടെങ്കിൽ എന്താ ഓപ്പൺ ആയിട്ടുള്ള റിഡക്ഷൻ ചെയ്യണം. ഓക്കെ. ദിസ് ഈസ് ആഫ്റ്റർ 7 days. ഓക്കെ. ക്ലോസ് ഓപ്പൺ റിഡക്ഷൻ ചെയ്ത് K-wire ഫിക്സേഷൻ ചെയ്ത് 3 weeks എന്താ 3 weeks പിന്നെ മൊബിലൈസേഷൻ ചെയ്യണം. പിന്നെ ആഫ്റ്റർ 3 weeks ആണ് നമുക്ക് മൊബിലൈസേഷൻ ചെയ്യാൻ പറയാം. ഇതൊരു കാര്യം. പിന്നെ പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു, നമ്മൾ പറഞ്ഞതാണ്. ഇപ്പം സുപ്രാകോണ്ടൈലർ ഫ്രാക്ചർ ആബ്സെന്റ് പൾസ് ആയിട്ട് വന്നു. ഇപ്പൊ നമുക്ക് അവിടെ ആ പേഷ്യന്റിന് പൾസ് ഉണ്ടായിരുന്നു. ഓക്കെ. ഇപ്പൊ ഈ പേഷ്യന്റിന് പൾസ് ഇല്ല. പൾസ് ഇല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ക്ലോസ്ഡ് റിഡക്ഷൻ ചെയ്യണം പേഷ്യന്റിന്റെ. ഓക്കെ. 1 മണിക്കൂറിന് ശേഷം പൾസ് റിട്ടേൺഡ് ആണെങ്കിൽ എന്താ നമ്മള് സ്ലാബ് 48 hours സ്ലാബ് വെക്കുക പേഷ്യന്റിന്, സ്പ്ലിന്റർ സ്ലാബ് വെക്കുക. ഓക്കെ. അതിനുശേഷം പ്രോപ്പർ റിഡക്ഷൻ എന്താ ട്രീറ്റ് ചെയ്യാം. ബാക്കി സുപ്രാകോണ്ടൈലർ ഫ്രാക്ചേഴ്സ് നമ്മൾ അവിടെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, റിഡക്ഷൻ ചെയ്തു 3 weeks POP വെച്ചു, പിന്നെ മൊബിലൈസേഷൻ. അതേപോലെ തന്നെ നമുക്ക് പോവാം. ഓക്കെ. അതേസമയം പൾസ് നമ്മൾ എന്താ ഇമ്മീഡിയറ്റ് റിഡക്ഷൻ ചെയ്തു 1 hourന് ശേഷവും പൾസ് വരുന്നില്ല, പക്ഷെ പേഷ്യന്റിന് കാപ്പിലറി സർക്കുലേഷൻ ഒക്കെ ഗുഡ് ആണ്, ബാക്കിയുള്ള ഏരിയസിൽ കാപ്പിലറി സർക്കുലേഷൻ ഒക്കെ മെയിൻറ്റെയിൻഡ് ആണ് എങ്കിൽ നമുക്ക് പേഷ്യന്റിന് ഇൻ സ്ലാബ് സൂപ്പർവിഷനിൽ വെക്കാം. സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാ 3 weeks പ്ലാസ്റ്റർ ഒക്കെ ഇട്ടിട്ട് അങ്ങനെ അങ്ങ് പോവാം. സർക്കുലേഷൻ വീണ്ടും കുറയുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് വെസൽസ് എക്സ്പ്ലോർ ചെയ്യുക, എന്നിട്ട് ഇന്റേർണലി ഫിക്സ് ചെയ്യുക. ഓപ്പൺ ആയിട്ട് റിഡക്ഷൻ ചെയ്തിട്ട് ഇന്റേർണൽ ഫിക്സേഷൻ ചെയ്യണം. ഓക്കെ. അപ്പം റേഡിയൽ പൾസ് ആബ്സെന്റ് ആണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ക്ലോസ് റിഡക്ഷൻ ചെയ്യുക. വെയിറ്റ് ഫോർ 1 hour, ലൈക്ക് 1 hourലും പൾസ് റിട്ടേൺ ചെയ്യുന്നു നോക്കുക. റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 48 hours ഒബ്സർവേഷൻ സ്ലാബിൽ വെച്ചിട്ട് പിന്നെ നമുക്ക് ബാക്കി നോർമൽ ആയിട്ട് ചെയ്യുന്ന പോലെ ചെയ്യാം. 1 hourന് ശേഷവും പൾസ് തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ കാപ്പിലറി പെർഫ്യൂഷൻ ഗുഡ് ആണെങ്കിൽ നമുക്ക് സൂപ്പർവിഷനിൽ വെച്ചിട്ട് അങ്ങനെ നോക്കാം. ലൈക്ക് നോർമൽ ആയിട്ട് പോവാണെങ്കിൽ ഓക്കെ. കാപ്പിലറി പെർഫ്യൂഷൻ വരുന്നില്ലെങ്കിൽ നമുക്ക് വെസൽസ് എല്ലാം എക്സ്പ്ലോർ ഓപ്പൺ ചെയ്തിട്ട് ഓപ്പൺ റിഡക്ഷൻ ചെയ്തിട്ട് സർജിക്കലി അത് ഡീൽ ചെയ്യേണ്ടി വരും. ഓക്കെ. ഹലോ. ഓക്കെ. ഇതൊന്നുകൂടെ പറയട്ടെ എല്ലാം ഫസ്റ്റ് മുതല്. അപ്പം സുപ്രാകോണ്ടൈലർ ഫ്രാക്ചർ ഓഫ് ഹ്യൂമറസ് മോസ്റ്റ് കോമൺ ആയിട്ടും ചിൽഡ്രനിലാണ് വരുന്നത്. അപ്പം ഇത് മെക്കാനിസം ഓഫ് ഇഞ്ചറി എന്ന് പറയുന്നത് ഫോൾ ഓൺ ഔട്ട്സ്ട്രെച്ച്ഡ് ഹാൻഡ് ആണ്. ഇതിനെ നമ്മൾ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തു, എക്സ്റ്റൻഷൻ ടൈപ്പും ഫ്ലെക്ഷൻ ടൈപ്പും ആയിട്ട്.
എക്സ്റ്റൻഷൻ ടൈപ്പിൽ പോസ്റ്റീരിയർലി ഡിസ്ലൊക്കേറ്റ് ചെയ്യുന്നു, ഫ്ലെക്ഷൻ ടൈപ്പിൽ ആന്റീരിയർലി ഡിസ്ലൊക്കേറ്റ് ചെയ്യുന്നു. എക്സ്റ്റൻഷൻ ടൈപ്പാണ് 95% ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. എക്സ്റ്റൻഷൻ ടൈപ്പിൽ വരുന്ന കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് എന്താ ആന്റീരിയർ ഇൻട്രോഷ്യസ് നെർവിന്റെ ഇഞ്ചുറി, അത് കാരണം ഫ്ലെക്സർ ഡിജിറ്റോറം പ്രിഫറൻസും ഫ്ലെക്സർ പോളിസിസ് ലോങ്ങസ് മസിലും എന്താ ഇഞ്ചേർഡ് ആവുന്നു, അല്ലെങ്കിൽ അവർക്ക് വീക്ക്നെസ് വരും, പേഷ്യന്റിന് ഓക്കെ സൈൻ ചെയ്യാൻ പറ്റത്തില്ല. പിന്നുള്ളത് സെക്കൻഡ് മോസ്റ്റ് കോമൺ ആയിട്ട് വരുന്നത് റേഡിയൽ നെർവ് ഇഞ്ചുറി ആണ്. അപ്പം എന്താ പറയാ, പേഷ്യന്റിന് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. എക്സ്റ്റെൻസീവ് ഗ്രൂപ്പ് ഓഫ് മസിൽസ് ആണ് റേഡിയൽ നെർവ് ഇഞ്ചുറിയിൽ ബാധിക്കുന്നത്. ഇനി ഫ്ലെക്ഷൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ ആന്റീരിയർലി ഡിസ്പ്ലേസ് ആവുന്നത്, ഇത് വളരെ റെയർ ആണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇഞ്ചുറി വരുന്നത് അൾനാർ നെർവിനാണ്. ഓക്കെ, അൾനാർ നെർവ് ആണ്. അൾനാർ നെർവിന്റെ സെൻസേഷൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ സെൻസേഷൻ അലോങ് ദ ലിറ്റിൽ ഫിംഗേഴ്സും ഹൈപ്പോത്തീനാർ മസിൽസിന്റെ വീക്ക്നെസ്സും ഒക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ പറഞ്ഞത് ഗാഡ്ലാൻഡ്സ് ക്ലാസിഫിക്കേഷൻ. ഗാഡ്ലാൻഡ്സ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും 4 ടൈപ്പാണ്. ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3, ടൈപ്പ് 4. ടൈപ്പ് 1 എന്ന് പറയുമ്പോഴത്തേക്കും നോൺ ഡിസ്പ്ലേസ്ഡ്. ടൈപ്പ് 2 എന്ന് പറയുമ്പോഴത്തേക്കും എന്താ മിനിമലി ഡിസ്പ്ലേസ്ഡ്, പിന്നെ വിത്ത് ഇൻടാക്ട് പോസ്റ്റീരിയർ കോർട്ടെക്സ്. ടൈപ്പ് 3 എന്ന് പറയുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി ഡിസ്പ്ലേസ്ഡ്. ടൈപ്പ് 4 കംപ്ലീറ്റ്ലി ഡിസ്പ്ലേസ്ഡ് വിത്ത് കംപ്ലീറ്റ് ഡിസ്ട്രപ്ഷൻ ഓഫ് ദി പെരിയോസ്റ്റിയം. പിന്നെ നമ്മൾ എന്താ റേഡിയോളജിക്കലി നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്ലെയിൻ AP ആൻഡ് ലാറ്ററൽ വ്യൂ എക്സ്റേസ് എടുക്കുക, ഒരു പോസ്റ്റീരിയർ ഫാറ്റ് പാച്ച് സൈൻ നോക്കുക. ഓക്കെ, ഇത് എന്താ ഒരു എൽബോയുടെ ചുറ്റും എന്തോ ഒരു ഫ്രാക്ചർ ഉണ്ടെന്ന് നമുക്ക് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യും. ആന്റീരിയർ ഹ്യൂമറൽ ലൈൻ ആണ് പിന്നെ നോക്കുന്ന കാര്യം. ആന്റീരിയർ ഹ്യൂമറൽ ലൈൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ലൈൻ ഡ്രോൺ ഫ്രം ദി എന്താ പറയാ distal end of the humerus. Then it should pass, humeral line should pass through the middle 1/3 of the capitulum normally. ഇത് പാസ് ചെയ്യുന്നില്ലെങ്കിൽ എന്താ നമുക്ക് സുപ്രാകോണ്ടൈലർ ഫ്രാക്ചർ ഇൻഡിക്കേറ്റ് ചെയ്യും. പിന്നുള്ളത് ബോമൻസ് ആംഗിൾ ആണ്. ബോമൻസ് ആംഗിൾ എന്ന് പറയുമ്പോഴത്തേക്കിനും എന്താ, it is formed by a line perpendicular to the axis of the humerus and the line going through the physis of the capitulum. ഇത് നോർമലി ഒരു 11 ഡിഗ്രീസ് ആണ്. ഇതും പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കോണ്ടൈലർ ഫ്രാക്ചർ ഇൻഡിക്കേറ്റ് ചെയ്യാം. ഇനി നമ്മൾ എക്സാമിനേഷൻ പേഷ്യന്റ് വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അപ്പം എക്സ്റേയുടെ സൈൻസ് ബോമൻസ് ആംഗിൾ പറഞ്ഞു, ആന്റീരിയർ ഹ്യൂമറൽ ലൈൻ പറഞ്ഞു, പിന്നെ ക്രെസൻ സൈൻ പറഞ്ഞു, പിന്നെ ഫാറ്റ് പാച്ച് സൈൻ പറഞ്ഞു, പിന്നെ ഇനി പേഷ്യന്റിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്ന പേഷ്യന്റ് ആം ഷോർട്ട് ആയിരിക്കും, ഫോറാമിന്റെ ലെങ്ത് കൂടുതലായിരിക്കും, പിന്നെ ഫ്രാക്ചർ ഉള്ളത് കാരണം ഒരു സ്വെല്ലിങ്ങും ടെൻഡർനെസ്സും ക്രെപ്പിറ്റസ് ഒക്കെ ഉണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞ ഡിംപിൾ സൈൻ, മറ്റേ 3 ബോണി എമിനൻസ് അത് ഉണ്ടാവില്ല, അപ്പൊ നഷ്ടപ്പെടുമ്പം ആ ഡിംപിൾ സൈൻ കാണും. പിന്നെന്താ, പിന്നെ നമ്മൾ പറഞ്ഞത് പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റ് അല്ല, പേഷ്യന്റിന്റെ എക്സാമിനേഷൻ ചെയ്യുമ്പോഴത്തേക്കിനും ആന്റീരിയർ ഇൻട്രോഷ്യസ് നെർവ്, റേഡിയൽ നെർവ്, അൾനാർ നെർവ്, ഈ നെർവ്സ് ഒക്കെ ഓക്കെ ആണോ നോക്കാം. ആന്റീരിയർ ഇൻട്രോഷ്യസ് നെർവ് ഓക്കെ സൈൻ വഴി, റേഡിയൽ നെർവ് എക്സ്റ്റൻഷൻ, പിന്നെ അൾനാർ നെർവ് ലോസ് ഓഫ് സെൻസേഷൻ ഇൻ ദ ലിറ്റിൽ ഫിംഗർ ആ ഏരിയയിൽ. പിന്നെ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും നോൺ ഓപ്പറേറ്റീവ് ട്രീറ്റ്മെന്റ് ഉണ്ട്. അത് ടൈപ്പ് 1 കൂടുതലായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ സ്പ്ലിന്റ് ഇടുക 3 to 7 days, അതിനുശേഷം കാസ്റ്റ് ഇടുക. ഓക്കെ, 3 to 4 വീക്സിലായിട്ട്. പിന്നെ ഓപ്പറേറ്റീവ് ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ടൈപ്പ് 2, ടൈപ്പ് 3 ഒക്കെയാണ് നമ്മൾ ക്ലോസ്ഡ് റിഡക്ഷനും പെർക്യൂട്ടേനിയസ് പിന്നിങ്ങും ചെയ്യുന്നത്. അപ്പം ഈ ഇതും ക്ലോസ്ഡ് റിഡക്ഷനും ഓക്കെ ആയില്ലെങ്കിൽ നമുക്ക് ഓപ്പൺ റിഡക്ഷനിലോട്ട് പോകേണ്ടി വരും. അവിടെ നമ്മൾ ഇവിടെ കൂടുതൽ ക്ലോസ്ഡ് റിഡക്ഷൻ പ്രോപ്പറായിട്ട് നടന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും വാസ്കുലർ കോംപ്രമൈസ് ഉണ്ടായിട്ടുണ്ട് എങ്കിലാണ് നമ്മൾ ഓപ്പൺ റിഡക്ഷനിലോട്ട് പോകുന്നത്. അവിടെ നമ്മൾ എന്താ പ്ലേറ്റ്സ് ആൻഡ് സ്ക്രൂസ് വെച്ചിട്ട് ഇന്റേണൽ ഫിക്സേഷൻ ചെയ്യും. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഏർലി കോംപ്ലിക്കേഷൻസ് പറഞ്ഞു, ഇമ്മീഡിയറ്റ് കോംപ്ലിക്കേഷൻസ്, ഏർലി കോംപ്ലിക്കേഷൻസ്, പിന്നെ ലേറ്റ് കോംപ്ലിക്കേഷൻസ് പറഞ്ഞു. അപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് ന്യൂറോളജിക്കൽ കോംപ്ലിക്കേഷൻസും വാസ്കുലർ പ്രോബ്ലംസും പറഞ്ഞു. ഏർലി കോംപ്ലിക്കേഷൻ കമ്പാർട്ട്മെന്റ് സിൻഡ്രോമത്തിന്റെ കാര്യം പറഞ്ഞു, വോക്സ്മാൻസ് ഇസ്കീമിയ പറഞ്ഞു. പിന്നെ ലേറ്റ് മാൽയൂണിയൽ വോക്സ്മാൻസ് ഇസ്കീമിക് കോൺട്രാക്ഷൻ, മയോസൈറ്റിസ് ഓസിഫിക്കൻസ് ആൻഡ് എൽബോ സ്റ്റിഫ്നെസ്. ഓക്കെ അല്ലേ? ഈ ഗൺസ്റ്റോക്ക് ഡിഫോമിറ്റി എവിടെയാ വരുന്നത്?
മാലിയോണിയൻ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എവിടെയെങ്കിലും? എന്തോ പറയടാ. എടി ആ ബോമാൻസ് ആംഗിൾ ഒന്നും കൂടെ പറഞ്ഞുതരാമോ, എന്തുവാന്ന്? ഏതാടാ? ആ ബോമാൻസ് ആംഗിൾ ആംഗിൾ അല്ലേ? എന്തേ സാധനം ഇതാണോ? അല്ല. പടം എന്തേ പടം പടം കിട്ടി. ബോമൻസ് ആംഗിൾ എന്ന് പറയുമ്പോൾ ഇത് നോക്കാൻ പറ്റുന്നില്ല. ഒരു ലൈൻ പെർപെൻഡിക്കുലർ ആയിട്ട് ഹ്യൂമറൽ ആക്സിസിന്റെ പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നത്. ഓക്കെ, ഈ ലൈൻ നമ്മൾ ഹ്യൂമറസിന്റെ ആക്സിസിൽ പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ലൈൻ. രണ്ടാമത്തെ ലൈൻ എന്ന് പറയുന്നത് ഇതാണ്, ഫൈസസ് ഓഫ് ദി ക്യാപിറ്റുല. അതല്ലല്ലോ, സോറി, ഇത് ലോങ് ആക്സിസ് ഓഫ് ദി ഹ്യൂമറസ്. ഒരു ലൈൻ പെർപെൻഡിക്കുലർ ടു ദി ആക്സിസ്, പിന്നെ ഫൈസസ് ഓഫ് ദി ക്യാപിറ്റുല. ഞാൻ എവിടെയാ ഇത് ഇടയ്ക്കൂടെ വരച്ചിരിക്കുന്ന ലൈൻ അതാണ് പെർപെൻഡിക്കുലർ ആക്സിസ് അല്ലേ? അതെ, അവള് പറഞ്ഞ കറക്റ്റാ. വരച്ചപ്പോ മാർക്ക് നീ വരച്ചപ്പോ മാർക്ക്. എന്നിട്ട് ബാക്കി പറ. ഡിഗ്രി വരുന്നത് എന്താടാ? എനിക്ക് മനസ്സിലായില്ല, പറഞ്ഞോ. അപ്പം ഒന്ന് ലോങ് ആക്സിസ് പെർപെൻഡിക്കുലർ ടു ദ ലോങ് ആക്സിസ്. ഇത് നമ്മുടെ ലോങ് ആക്സിസ്. ഓക്കെ, വരയ്ക്കട്ടെ. ഇത് നമ്മുടെ പെർപെൻഡിക്കുലർ ടു ദ ലോങ് ആക്സിസ് ലൈൻ. ഇതാണ് പെർപെൻഡിക്കുലർ ലോങ് ആക്സിസ് ലൈൻ പെർപെൻഡിക്കുലർ. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ. ഓക്കെ, ഇത് ഒരു പെർപെൻഡിക്കുലർ ആയോ? പിന്നെ ഒരു ലൈൻ എന്ന് പറയുന്നത് ഗോയിങ് ത്രൂ ദ ഫൈസസ് ഓഫ് ദി ക്യാപിറ്റുല. ഓക്കെ, മനസ്സിലായോ? അപ്പം ഈ ഒരു ആംഗിൾ ആണ് ബോമൻസ് ആംഗിൾ. പെർപെൻഡിക്കുലർ ലൈനിന്റെ ഇടയ്ക്കല്ലേ? ഓക്കെ. അതെത്ര ആവണം? നോർമലി അറ്റ്ലീസ്റ്റ് 11 degrees വരണം. അപ്പൊ അതിൽ കൂടുതലായാല് ഈ ഫ്രാക്ചർ ആയിട്ടല്ലേ? അങ്ങനെയാണ് തോന്നുന്നത്. ടെക്സ്റ്റിൽ ഇതില്ല, അതാ പ്രശ്നം. എന്തേലും ഡൗട്ട് ഉണ്ടോ? എവിടെയെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ ചോദ്യം ചോദിക്കട്ടെ? അങ്ങനെ പറയരുത്. പോയി 8 പേരേ ഉള്ളൂ. എന്റെ ക്ലാസ്സിലെ വെറുപ്പിയാണെന്ന് തോന്നുന്നു. നീ ക്വസ്റ്റ്യൻ ചോദിക്കുന്നപ്പോ എല്ലാരും പോയതാന്ന് തോന്നുന്നു. ശരിടാ, ബൈ.